ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 1. ഫാക്ടറിയിൽ നിർമ്മിച്ചതുപോലെ തന്നെ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഈ അടുത്ത കാലത്ത് എൻ്റെ കമ്പ്യൂട്ടർ തകരാറിലാക്കുകയും ഞാനത് സ്വയം നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനായി പല വീഡിയോകളും കാണുകയും അത് പരാജയപ്പെട്ടപ്പോൾ ചില സുഹൃത്തുക്കളുടെ സഹായം തേടുകയും ചെയ്തു. എന്നാൽ അവരുടെ ശ്രമവും വിജയിക്കാത്തതിനാൽ അടുത്തുള്ള സർവീസ് സെന്ററിൽ പോകാതെ നിവർത്തിയില്ലായിരുന്നു. വാറണ്ടി കാലാവധി കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് നന്ദിയോടെ ഓർക്കുന്നു. വിശദമായി പരിശോധിച്ചതിനു ശേഷം ടെക്നീഷ്യൻ പറഞ്ഞത് ഹാർഡ് ഡിസ്ക് മാറ്റാതെ പറ്റില്ല. അത് കമ്പ്യൂട്ടറിനെ ആദ്യം ഫാക്ടറിയിൽ നിർമ്മിച്ചതുപോലെയാക്കും. എനിക്ക് കുറെ ഡേറ്റ നഷ്ടപ്പെടുമെങ്കിലും കമ്പ്യൂട്ടർ വാങ്ങിയപ്പോൾ ഉള്ളതുപോലെ പുതിയതാകും എന്നാണ് ഇതിനർത്ഥം. പുറമെ പഴയതായി തോന്നിയാലും ഉള്ളിൽ പുതിയതായിരിക്കും. ദൈവത്തിൻ്റെ പാപക്ഷമയും ഇങ്ങനെയാണ്. നാം പാപം ചെയ്ത് സ്വന്തം വഴിയിൽ പോയാലും നമ്മുടെ കുറവുകളും ബലഹീനതകളും അംഗീകരിക്കുമ്പോൾ നമ്മെ താൻ നിർമ്മിച്ചപ്പോൾ ഉള്ളതുപോലെയാക്കി മാറ്റുവാനും ദൈവത്തിന് കഴിയും. ദൈവം നമുക്ക് ഒരു പുതിയ ഹൃദയം നൽകി പുതിയ തുടക്കം തരും. രണ്ടാമത് ഒരവസരം. നമ്മുടെ ശരീരങ്ങൾ ക്ഷീണവും രോഗവും ബാധിച്ചതാകാം. എന്നാൽ ഹൃദയം നിർമ്മിച്ച നാളിലെ പോലെ പുതുതാകും. അവിടുന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പുതുക്കം നൽകേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? തൻ്റെ സഹായവും പുതുക്കവും തേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്താണ്? ദൈവത്തിന് മഹത്വം.